എന്താണ് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ നിങ്ങളുടെ സ്വന്തം ചങ്ക് മുള്ളൂർക്കര. അപ്പോൾ ഞാനിന്നുള്ളത് നമ്മുടെ കൊളപ്പുള്ളിയിലാണ് കേട്ടോ. കൊളപ്പുള്ളി ഗസീബോ ഓഡിറ്റോറിയമാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ആ ഗസീബോ ഓഡിറ്റോറിയത്തിൻ്റെ കാഴ്ചയും അതിൻ്റെ ചുറ്റുപാട് കാഴ്ചകളും നമുക്കൊന്ന് വീക്ഷിച്ച് നോക്കാം. അപ്പോൾ എല്ലാ ചങ്കുകൾക്കും നമ്മുടെ ഗസീബോ ഓഡിറ്റോറിയത്തെ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇനി കാണും വരെ ഒരുപാട് സ്നേഹം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബായ്. ഞാനുള്ളത് ഗസീബോ ഓഡിറ്റോറിയത്തിലാണ് കേട്ടോ. കുളപ്പുള്ളിയിലുള്ള ഗസീബോ ഓഡിറ്റോറിയം എന്ത് ഭംഗിയാണ് കാണാൻ വെച്ചിട്ടാ. നല്ല അതിമനോഹരമായ കാഴ്ചയാണ് കേട്ടോ. നമ്മൾ ഒരിക്കലെങ്കിലും വന്ന് കാണേണ്ട കാഴ്ചയാണ് ഗസീബോ ഓഡിറ്റോറിയം. ചങ്കോളെ അതിവിശാലമായ സൗകര്യമുള്ള മണ്ഡപമാണ്. അതുപോലെ തന്നെ ഒരു മ്യൂസിയത്തിൻ്റെ കാഴ്ച പ്രതിനിധി നൽകുന്ന ഒരു മണ്ഡപമാണ്. അപ്പോൾ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് കേട്ടോ. പഴക്കമുള്ള ഒട്ടേറെ അനവധി ഉപകരണങ്ങളും ഒരുപാട് വസ്തുക്കളും ഈ മണ്ഡപത്തിനകത്ത് കയറിയാൽ കാണാനുള്ള കാഴ്ചയുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഫങ്ഷൻ ഉണ്ടാകുമ്പോൾ ഒരിക്കലെങ്കിലും ഈ മണ്ഡപം ഒന്ന് സന്ദർശിക്കേണ്ടതാണ്. ഒരു കാഴ്ചയും ഒരു അലങ്കാരവുമാണ് കേട്ടോ ഈ മണ്ഡപം. ഒരുപാട് നമ്മൾ മുൻകാലങ്ങളിൽ ഉപയോഗിച്ച് വന്നിരുന്ന ഒരുപാട് വസ്തുക്കൾ ഈ മണ്ഡപത്തിനകത്ത്, പഴക്കമുള്ള വാഹനങ്ങൾ ഇവിടെ വച്ചിട്ടുണ്ട് കേട്ടോ. നല്ല മോഡൽ, ഒരുപാട് പഴക്കമുള്ള, പഴമയുടെ തിളക്കമുള്ള ഒരുപാട് വാഹനങ്ങൾ ഇതിനുള്ളിൽ വച്ചിട്ടുണ്ട്. എന്തായാലും എനിക്കിഷ്ടമായി. ഞാൻ കണ്ട കാഴ്ചയിൽ എനിക്ക് അതിമനോഹരമായി തോന്നി. അപ്പോൾ അത് നിങ്ങളെയും കൂടി കാണിക്കാമെന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഈ വീഡിയോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ മണ്ഡപം കണ്ടിട്ടുള്ളവർ, കൊളപ്പുള്ളിയിലെ ഗസീബോ ഓഡിറ്റോറിയം വന്ന് കണ്ടിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യും ചങ്കോളെ. കാണാത്തവർക്ക് എന്തെങ്കിലും പ്രോഗ്രാമുകൾ ഉണ്ടെങ്കിൽ കാണാവുന്നതാണ്. ഫങ്ഷനുകളുള്ള സമയത്ത് തുറക്കുന്നതാണ് അത്. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി വീണ്ടും കാണും വരെ എല്ലാവർക്കും ഒരുപാട് സ്നേഹമുണ്ട് കേട്ടോ ചങ്കോളെ. ഇഷ്ടമായാൽ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, എന്നെ കൂടെ ചേർത്ത് പിടിക്കൂ. നിങ്ങൾ ഒരാളാണ് ഞാനും. അപ്പോൾ ഇനി വീണ്ടും കാണും വരെ ഒരുപാട് സ്നേഹമുണ്ട് കേട്ടോ.
ഒരു സെക്കൻഡ് ഒരാൾ ജിഷ